അവധിക്കാലത്ത് ആർത്തുലസിക്കാൻ വീണ്ടും കൂടപ്പുഴ തടയണ. കുട്ടികളും യുവാക്കളും എന്ന് വേണ്ട പ്രായഭേദമന്യേ ഇവിടെ ജനം ഒത്തുചേരുകയാണ്. കൂട്ടുകാരോടൊപ്പമോ കുടുംബസമേതമായോ ആണ് ആളുകളുടെ വരവ്. വൈകിട്ട് 3 മണി മുതൽ സ്വദേശ വിദേശ സഞ്ചാരികൾ എത്തിത്തുടങ്ങും. കളിച്ചും കുളിച്ചുമുള്ള സല്ലാപം സന്ധ്യ വരെ നീളും. കൊടും ചൂടിൽ നിന്നുള്ള രക്ഷപ്പെടലിന്റെ ആശ്വാസവുമായാണ് സ്ത്രീകളടക്കമുള്ളവരുടെ മടക്കം. 2 പതിറ്റാണ്ടായുള്ള ഈ ഇടക്കാല വിനോദസഞ്ചാരം മഴക്കാലം വരെ നീളും. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ പുഴയ്ക്ക് കുറുകെ തടയണ കെട്ടുമ്പോൾ പ്രദേശത്തെ ജലസേചന സൗകര്യം മാത്രമായിരുന്നു സർക്കാർ ലക്ഷ്യം. ആദ്യമൊക്കെ തൊട്ടടുത്തുള്ളവർ വൈകുന്നേരങ്ങളിൽ നേരം പോക്കിനായി തടയണയിൽ എത്തുമായിരുന്നു. കണ്ടും കേട്ടുമറിഞ്ഞ് ഇവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ 200ഓളം പേർ കടവിൽ സ്ഥിരമായി എത്തുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അത് 500-ലധികം ഉയരും. അപകടങ്ങൾക്ക് കുപ്രസിദ്ധം കൂടിയാണ് കൂടപ്പുഴ ആറാട്ടുകടവ്. പല ഘട്ടങ്ങളിലായി നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. നീന്തുന്നതിനിടെ കൈകാലുകൾ കുഴഞ്ഞ് തടയണ ഷട്ടറുകളുടെ അടിയിൽപ്പെട്ട് ഇങ്ങനെ പലതരം അപകടത്തിലായി മരിച്ച ആളുകൾ നിരവധിയാണ്. അശ്രദ്ധ തന്നെയാണ് പ്രധാന വില്ലൻ. തടയണയുടെ ഷട്ടറുകൾക്കടുത്ത് നിൽക്കുന്നതും നീന്തുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അടിയൊഴുക്കിൽ കുടുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യവും. ഈ മുന്നറിയിപ്പൊന്നും പക്ഷേ ആരും മുഖവിലക്കെടുക്കാറില്ല. അപകട മേഖല എന്ന് സൂചിപ്പിക്കുന്ന ഫയർഫോഴ്സിന്റെ മുന്നറിയിപ്പ് കടവിന്റെ മുൻഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. TCV ചാലക്കുടി.